ഹായ്, ഷൈന സേവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയുമായിട്ടാണ്. ക്രിസ്മസ് വരികയല്ലേ, അപ്പോൾ ഇതുവരെ ആരും വൈൻ ഇട്ടില്ല. വൈനിടാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വൈനിടാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 150 രൂപ മുടക്കിയാൽ 4 ലിറ്റർ പ്യുവർ വൈൻ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ പറയുന്നത്. വെറും 3 ദിവസം കൊണ്ട് ആണ്, പക്ഷേ ഞാൻ 4 ദിവസം എടുക്കുന്നുണ്ട്. 4 ദിവസം എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 3 ദിവസം കൊണ്ടും എടുക്കാം. അങ്ങനെ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം ആരും ഇടാതെ കൊണ്ട് വിഷമിച്ചിരിക്കുവാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ 2 കിലോ മുന്തിരിങ്ങ വാങ്ങുക. വെറും 150 രൂപ മുടക്കിയാൽ മതി. 150 രൂപയ്ക്ക് നമുക്ക് 4 ലിറ്റർ പ്യുവർ വൈൻ എടുക്കുന്ന ഒരു റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ ജ്യൂസ് മുന്തിരിയാണ്, അതായത് കറുത്ത മുന്തിരി. അത് വേസ്റ്റെല്ലാം കളഞ്ഞ് കഴുകി ഉപ്പും മഞ്ഞളും ചേർത്ത വെള്ളത്തിലിട്ട് മണിക്കൂറുകളോളം വെച്ചിരുന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് വെയിലത്ത് വെച്ചൊന്ന് ഈർപ്പം മാറാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും അത്തരത്തിലായിരിക്കണം. 1 കിലോ 200 ഗ്രാം പഞ്ചസാരയാണ് ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. 1 കിലോ ഗ്രേപ്സിന് 1 കിലോ പഞ്ചസാര എന്ന നിരക്കിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അല്പം മധുരം കുറച്ചാണ് ഞാൻ ചെയ്യുന്നത്. 1 കിലോയ്ക്ക് 750 ഗ്രാം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റൗവിലേക്ക് കട്ടിയുള്ളൊരു കടായി വെച്ചിട്ട് 200 ഗ്രാം പഞ്ചസാര കാരമൈസ് ചെയ്യുന്നതിനായി ഇട്ട് കൊടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് പ്യുവറായിട്ട് 100% ഫ്ലോപ്പ് ആവാതെ നമുക്ക് ഈ മുന്തിരി ജ്യൂസ് കിട്ടും. കാരണം വളരെ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന മുന്തിരി ആയതുകൊണ്ട് കാരമൈസ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ അതിനകത്തേക്ക് വരും. മാത്രമല്ല ഈ കാരമൈസ് ചെയ്ത ഈ പഞ്ചസാരക്കകത്ത്, ഈ ലൈനിക്കകത്ത് 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വൈൻ്റെ കളർ കിട്ടുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ മുന്തിരി ഉടച്ച് ഒന്ന് മിക്സിയിൽ ഉടച്ച് എടുത്ത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കാരമൈസ് ചെയ്തിട്ടുണ്ട്. നല്ല ചുവന്ന കളറിലേക്ക്, നല്ല ബ്രൗൺ കളറിലേക്ക്, അതായത് നല്ല മെറൂൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളിനി 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്തൊന്ന് ഡൈല്യൂട്ട് ആക്കണം. അപ്പോൾ ഇതിൻ്റെ പരുവം ഇതാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ചേർക്കാനുള്ള തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്, വെറും വെള്ളമല്ല, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ ഒഴിക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പതഞ്ഞു വരുമ്പോഴാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു കാരണവശാലും പച്ചവെള്ളത്തിൽ കൈ നന്നായിട്ട് തുടച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഗ്രേപ്സ് ഒന്ന് മിക്സിയിൽ ഉടച്ച്, അരയ്ക്കണ്ട, ഒന്ന് ഉടച്ച് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു 3 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ, വൈൻ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഫെർമെൻ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഇതൊക്കെ കയറി മുഴുവൻ മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ഒന്ന് ഉടച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇടാൻ എടുത്ത് വെച്ചിട്ടുള്ള 4 പട്ട, ഒരു 5-7 ഗ്രാമ്പു, 3-4 ഏലക്ക ഉണ്ടായിരുന്നു. അതിൻ്റെ പകുതി ഇതിനകത്തിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ടാണ്, എളുപ്പ വഴിക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചൂട് ആവുമ്പോഴത്തേക്കും അതിൻ്റെ എസൻസും അതിനകത്ത് ഇറങ്ങിക്കൊള്ളും. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നിട്ട് നമ്മൾ ഇത് ചെയ്യാനുള്ളത്, ഈ ബിഗ് ഗ്രേപ്പ് ചെയ്യാനുള്ളത് തണുക്കാനായിട്ട് മാറ്റി വെക്കണം, അടച്ചു വെക്കണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാകമായിട്ട് ഇറക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ അടച്ച് വെച്ച് കഴിഞ്ഞ് 4-5 മണിക്കൂറിന് ശേഷമുള്ള ഒരവസ്ഥയാണിത്. അപ്പം നല്ല കളറായിട്ടുണ്ട്, കണ്ടോ? എന്തൊരു വൈനിൻ്റെ, ശരിക്കും പ്യുവർ വൈനിൻ്റെ കളർ തന്നെയാണ് ഇപ്പോൾ അതിനുള്ളത്. പക്ഷേ ഇത്രയും കളർ കിട്ടത്തില്ല. ഇനി അതിൽ കുറച്ചുകൂടി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇനിയും ഒഴിക്കാനുണ്ട്, 1 ലിറ്റർ കൂടി ഒഴിക്കാനുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നേർത്ത് വരും. എന്നാലും നമുക്ക് കിട്ടും. മുന്തിരിയുടെ ആ കളർ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കിട്ടും. അതിനകത്തേക്ക് നമ്മൾ ബാക്കിയുള്ള 1 കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കണം.
നമ്മൾ ശരിക്കും ഡയറക്റ്റായിട്ട് മുന്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഇതിപ്പോൾ അങ്ങനെ ഇടണ്ട. കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ലായനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം വെറും 150 രൂപ മുടക്കുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത് 4 ലിറ്റർ വൈനാണ് കേട്ടോ. എന്ത് ലാഭമാണ്! ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാനും തന്നെ പറ്റില്ല. 1 ലിറ്റർ വൈൻ വാങ്ങിക്കണമെങ്കിൽ 600 രൂപ വരെ, 600-700 രൂപ വിലയുണ്ട്. അതിലും കൂടിയ വൈനുകളൊക്കെ ഉണ്ട്. എന്നാലും സാധാരണ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ അത്ര വില കൊടുക്കേണ്ടി വരും. മുഴുവൻ പഞ്ചസാരയും ഇപ്പോൾ ഇതിനകത്ത് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനൊന്നുകൂടി പറയാണ്, നമ്മളെടുക്കുന്ന പാത്രം, വൈൻ വെക്കുന്ന പാത്രം, അതുപോലെ ഇളക്കി കൊടുക്കുന്ന സ്പാട്ടുല, അതുപോലെ തിളപ്പിച്ചാറ്റി ഒഴിക്കുന്ന പാത്രം, ഇതെല്ലാം ഉണങ്ങിയ പാത്രങ്ങളായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൈയും നന്നായിട്ട് കഴുകി നന്നായിട്ട് തുടച്ചെടുക്കുന്ന കൈയായിരിക്കണം. ഒരു കാരണവശാലും കൈ കൊണ്ട് നമ്മൾ വൈനിടുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ക്രഷ് ചെയ്ത ഗോതമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൂചി ഗോതമ്പും ഇടാം. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് ഇടാം. കുറച്ചുകൂടി വീര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിൻ്റെ പ്രധാന സംഭവങ്ങൾ, ഈ 4 ദിവസത്തിന് നമുക്ക് വൈനാക്കി തരുന്നൊരു സംഭവമാണ് ഇനി ഇടുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. അത് 1 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് സ്പാട്ടിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടിക്കെട്ടി വെക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. ഇപ്പോൾ ഞാൻ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എടുക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും ഇത് ഇളക്കുന്നുണ്ട്. നമ്മൾ 21 ദിവസം വെക്കുകയാണെങ്കിൽ 4-5 ദിവസം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷേ ഇത് അങ്ങനെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എടുക്കാനുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഇത് വെക്കുന്നുണ്ട്. നന്നായി ഇളക്കി കഴിഞ്ഞ ശേഷം നമുക്കിതിനെ അടച്ചു വെക്കണം. എന്നിട്ട് ഒരു ടവൽ കൊണ്ടോ ഒരു വെള്ളത്തുണി കൊണ്ടോ വാമൂടി കെട്ടി വെക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടവലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ടവലുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ ടവലുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതെനിക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ടവൽ വെച്ച്, ചെറിയ ടവൽ വെച്ച് കെട്ടുന്നത്. ഇതിന് ശേഷം കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത്, അല്പം ഇരുട്ട് കിട്ടുന്നൊരു സ്ഥലത്തേക്ക് ഇത് സൂക്ഷിക്കുക. വൈൻ കെട്ടിവെച്ചിട്ട് ഇത് 2-ാം ദിവസമാണ്. നമുക്ക് നോക്കാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി ആയതുകൊണ്ട് നമുക്ക് പുറമേ നിന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാം. ഫെർമെൻറ്റ് ചെയ്ത് കുമിളകളൊക്കെ മുകളിൽ പൊന്തി ഇങ്ങനെ കട്ടിക്ക് മുകളിൽ വന്ന് കിടപ്പുണ്ട്. കണ്ടോ? നമുക്ക് ഇതിപ്പോൾ അഴിച്ചു നോക്കേണ്ട കാര്യമില്ല. ഒന്ന് ഇളക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ അഴിക്കുന്നത്. 21 ദിവസം ഇടുകയാണെങ്കിൽ നമ്മളിങ്ങനെ പുറമേ നോക്കിയാൽ മതി. 5 ദിവസം കൂടുമ്പോൾ നമുക്ക് ഇതിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ 5 ദിവസം കൂടുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പുറമേ തന്നെ കാണാം. ഇപ്പം എല്ലാം കൂടി ഇങ്ങനെ ഫെർമെൻറ്റ് ചെയ്ത് കുമിള പോലെ പതഞ്ഞ് മുകളിൽ വന്ന് നിന്നിട്ടുണ്ട്. അതിനെ ഒന്ന് ഇളക്കി വെച്ചിട്ട് വീണ്ടും കെട്ടി വെക്കണം. അപ്പോൾ ഡേ 2 ആയി, വീണ്ടും കെട്ടി വെക്കുകയാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ തുറന്നപ്പോൾ തന്നെ 21 ദിവസം നമ്മളിടുന്ന മുന്തിരിയുടെ അതേ സ്മെല്ലാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി മുന്തിരിയുടെ ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ശരിക്കും വൈനിൻ്റെ തന്നെ സ്മെല്ല് നമുക്കിപ്പോഴേ ഈ 1-ാം ദിവസം 2-ാം ദിവസം തുറന്നപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും മൂടിക്കെട്ടി വെക്കണം. ഇതുപോലെ 2 ദിവസം കൂടി ഇങ്ങനെ തന്നെ ആവർത്തിക്കണം. നമ്മൾ തുറന്ന് 2 ദിവസം കൂടി ഇതുപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും കെട്ടി വെക്കണം. ഇങ്ങനെ തന്നെ ആവർത്തിക്കണം. നമുക്ക് ഗ്ലാസിൻ്റെ പുറത്തു കൂടി, ഗ്ലാസ്സിലാണ് ഇടുന്നവരുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ പുറത്തു കൂടി കാണാൻ പറ്റും. ഇത് 3-ാമത്തെ ദിവസമാണ്. നമുക്ക് നോക്കാം.
ഇതേ പോട്ടിൻ്റെ പുറത്ത്, ഗ്ലാസിൻ്റെ പുറത്തു കൂടി തന്നെ നമുക്ക്, ജാറിൻ്റെ പുറത്തു കൂടി തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റും. ദേ വീണ്ടും ഫെർമെൻ്റ് ചെയ്ത് ഇങ്ങനെ പതഞ്ഞ് പൊന്തി വന്ന് നിൽപ്പുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്നാം ദിവസം തന്നെ ഇത് എടുക്കാൻ പാകമായിട്ടുണ്ട്. അത്രയ്ക്ക് സ്മെല്ലും മണവും ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ മുന്തിരി ഉടച്ച് ഈസ്റ്റും ചേർത്ത് ഇട്ടത് കൊണ്ടാണ്, തിളപ്പിച്ചും എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ആക്കാൻ കഴിയുന്നത്. നമുക്ക് ഇത് ശരിക്കും നമുക്കിത് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ എടുക്കുന്ന പാകത്തിൽ നല്ല സ്മെല്ലായിട്ടുണ്ട്. വീണ്ടും ഞാൻ അതുപോലെ കെട്ടി വെക്കുകയാണ്. ഇനി അടുത്ത 4-ാം ദിവസം നമുക്കെടുക്കാം. വൈൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ വൈൻ പുളിച്ചു പോകാതെ വൈനായിട്ട് തന്നെ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്. ചോറിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, മുന്തിരിയുടെ ആ സത്തല്ല, മുന്തിരിയുടെ അതെല്ലാം കൂടി പൊങ്ങി കട്ടിക്ക് മുകളിലേക്ക് വന്ന് നിൽപ്പുണ്ട്. എന്തൊരു സ്മെല്ലാണ്! ശരിക്കും മൂക്കിലേക്ക് തുളച്ച് കയറുന്ന വൈനിൻ്റെ മണം. അത്ര സ്മെല്ല്. ഈ റൂം ആകെ വൈനിൻ്റെ മണമാണ് കേട്ടോ. മുന്തിരിയുടെയും വൈനിൻ്റെ ഒക്കെ കൂടി ഒരു മണമാണ്. ഭയങ്കര സ്മെല്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഓക്കെ ആയതിട്ടുണ്ട്. ഡേ 4ൻ്റെ കാഴ്ചയാണ്. 4-ാം ദിവസമാണ്. ഇത് ഫൈനൽ ഡേ ആണ്. ഇനി നമുക്കിതെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കലക്കി ഞാൻ കുറച്ച്, മുഴുവൻ ഒഴിക്കുന്നില്ല, കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് വെക്കുകയാണ്. അതായത് ക്രിസ്മസ് ൻ്റെ അന്ന് എടുക്കാൻ ആവശ്യത്തിനുള്ളത് മാത്രം പകർത്തി വെച്ചിട്ട് വീണ്ടും പഴയതുപോലെ ഞാനിത് കെട്ടി വയ്ക്കും. അപ്പോൾ പകർത്തിയെടുക്കാം. പകർത്തുന്നതിനായിട്ട് ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതാണ്. ഇപ്പം ഞാൻ നമുക്ക് ക്രിസ്മസിനോ തലേന്നോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ആരെങ്കിലും വരുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ചെടുത്ത് പകർത്തുന്നുണ്ട്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി നമുക്ക് സാധാരണ പോലെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വീര്യം കൂടി നമുക്ക് ന്യൂ ഇയറിനെങ്ങാനും വീണ്ടും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഏതാണ്ട് വൈനെന്നൊക്കെ പറയുമ്പോൾ കുറച്ചാണല്ലോ എല്ലാവരും കഴിക്കുക. കേക്കും വൈനും കഴിക്കുന്ന കുറച്ചല്ലാതെ ഒരുപാട് ജ്യൂസ് കുടിക്കുമ്പോഴൊന്നും കുടിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പകർത്തിയെടുക്കുകയാണ്. പകർത്തിയെടുത്ത് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞൊന്നും എടുക്കുന്നില്ല. തിരിച്ച് അതുപോലെ തന്നെ ആവശ്യമുള്ളത് എടുത്തിട്ട് അതുപോലെ തന്നെ കെട്ടി വെക്കുകയാണ്. അപ്പം 2 ഗുണം 2 in 1 ആണിത്. നമുക്ക് ക്രിസ്മസിനും എടുക്കാം, എമർജൻസിക്ക് 3 ദിവസം കൊണ്ട് വൈനാക്കി നമുക്ക് ക്രിസ്മസിനും എടുക്കാം, ന്യൂ ഇയറിന് പോയി വൈനാക്കി നമുക്കെടുക്കാം. എന്തായാലും രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിലാവില്ല. ഒരേപോലെ തന്നെ ഇരിക്കും. ദിവസം കൂടിയാലും 3 ദിവസം കൊണ്ടെടുത്താലും ഏതാണ്ട് ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഒറിജിനൽ തന്നെ ആയിരിക്കും. അതിനാണ് നമ്മൾ മുന്തിരി ഉടച്ചത്, തിളപ്പിച്ചതും ഈസ്റ്റ് കൂട്ടിയിട്ടതും ഒക്കെ. അപ്പോൾ ഞാനിത് എടുത്ത് മതിയാക്കുകയാണ്. ബാക്കി ഞാൻ ജാറോടുകൂടി മൂടിക്കെട്ടി വീണ്ടും മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളറ് കണ്ടോ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളിയാണ്. ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കരമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കുപ്പിയിൽ ഇപ്പോൾ ഒഴിക്കുന്നില്ല. ഇത് ഒരു ദിവസം ഇരുന്ന് തെളിഞ്ഞ് വരണം. തെളിഞ്ഞ് വന്നതിന് ശേഷം ആയിരിക്കുന്ന കുപ്പിയിലേക്ക് പകർത്തുന്നതാണ്. അപ്പോൾ വെറും 150 രൂപയ്ക്ക് നമ്മൾ അധികം പൈസ കൊടുക്കാതെ എമർജൻസി ആയിട്ട് ക്രിസ്മസിന് വേണ്ടി ചെയ്യാൻ തിരക്കുകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വൈനാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാതെ തന്നെ വെറും 150 രൂപയ്ക്ക് നമുക്ക് ഇത്രയും വൈന്, അതായത് നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടൊരു 4 ലിറ്ററോളം കിട്ടുന്ന വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതാണ്. ഇതിൻ്റെ ഫൈനൽ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ബൈ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.